ആനന്ദൻ പുറകിലേക്ക് നോക്കി. നല്ല ഇരുട്ടാണ്. ലൈറ്റില്ലാത്ത 2 ഇലക്ട്രിക് പോസ്റ്റുകൾ പുറകിലുണ്ട്. അവൻ ബുള്ളറ്റ് ഓഫാക്കി രാജശേഖരനെ നോക്കി. മംഗലത്ത് പടക്കിലെ സ്ട്രീറ്റ് ലൈറ്റിനു കീഴിൽ നിന്ന് രാജശേഖരൻ ഫോണിലേക്ക് ഉറ്റുനോക്കി. അനന്തൻ ബുള്ളറ്റ് പുറകിലേക്ക് തള്ളി. ഇരുട്ടിന്റെ മറവിലേക്ക് ഒരു പോസ്റ്റിന് താഴെ ബുള്ളറ്റ് നിർത്തി. മുണ്ട് മടക്കിയെടുത്ത് ശബ്ദമുണ്ടാക്കാതെ രാജശേഖരന്റെ കാറിന് പുറകിലേക്ക് നടന്നു. അനന്തൻ രാജശേഖരന്റെ അടുത്തെത്തി. അവൻ അയാളുടെ ഫോണിലേക്ക് എത്തി നോക്കി. അവന്റെ ചുണ്ടിൽ ഒരു പുച്ഛച്ചിരി വിരിഞ്ഞു. വയസ്സാം കാലത്ത് കിളവന്റെ ഓരോ പൂതികൾ. അവൻ മെല്ലെ ശബ്ദമുണ്ടാക്കാതെ മുണ്ടഴിച്ച് വിടർത്തിക്കൊണ്ട് രാജശേഖരന്റെ തലക്ക് പുറകിലൂടെ മുഖം മൂടിക്കെട്ടി. പെട്ടെന്നായതുകൊണ്ട് അയാൾ ഞെട്ടി. കയ്യിലിരുന്ന ഫോണും നിലത്തി വീണു. ഒച്ച എടുക്കാൻ പോയിട്ട് ഒന്ന് വാതുറക്കാൻ പോലും കഴിയാത്ത രീതിയിൽ അവനാ മുണ്ട് മുറുക്കിക്കെട്ടി. ആനന്ദനെ അയാളെ നേരെ നിർത്തി വയറ്റിൽ മുഷ്ടി ചുരുട്ടി ഇടിച്ചു. ആനന്ദനെ പിടിക്കാൻ രാജശേഖരൻ ശ്രമിച്ചെങ്കിലും അവൻ ഒഴിഞ്ഞു മാറി. അനന്തൻ അയാളുടെ പുറത്ത് ചവിട്ടി. വേലിക്കരികിൽ വീണ അയാൾ മുണ്ടഴിക്കാൻ നോക്കി. അനന്തൻ വേഗം അയാളുടെ അടുത്ത് ചെന്ന് കൈ രണ്ടും പുറകിലേക്കാക്കി കുനിച്ചു നിർത്തി മുതുകിൽ മുട്ടുകൈ കൊണ്ട് പലതവണ ഇടിച്ചു. രാജശേഖരൻ അവശനായി ഞെരുക്കങ്ങളോടെ മലർന്നടിച്ചു വീണു. വീണുകിടക്കുന്ന അയാളുടെ മർമ്മസ്ഥാനത്ത് അവൻ്റെ ഇടതുകാൽ 2 തവണ ഉയർന്നു പൊങ്ങി. അയാളിൽ നിന്ന് വന്നുകൊണ്ടിരുന്ന ഞെരുക്കങ്ങൾ കുറഞ്ഞു വന്നു. അവൻ അയാളിൽ നിന്നും മുണ്ടഴിച്ചെടുത്തു. പുറകിലേക്ക് നോക്കി. ആരും തന്നെ ഇല്ല. ആനന്ദൻ ഇടതുകാലിൽ തള്ളവിരൽ കൊണ്ട് അയാളുടെ അമർത്തി. അനന്തൻ വീണു കിടക്കുന്ന ഫോണിലേക്ക് ഒന്ന് നോക്കി. അവനൊന്ന് തല ഉടഞ്ഞു. പിന്നെ ഒരു സിഗരറ്റ് എടുത്ത് കത്തിച്ചു. കല്യാണം പോലും, അതും മകളുടെ പ്രായമുള്ള പെണ്ണിനെ. ഇനിതാൻ കല്യാണം കഴിക്കുന്നത് എനിക്കൊന്ന് കാണണം. ആനന്ദൻ സിഗരറ്റ് കടിച്ച് ചിരിച്ചുകൊണ്ട് മുണ്ട് മടക്കി കുത്തി. 2 ചുവട് പുറകോട്ട് വെച്ചവൻ അയാളെ നോക്കി. പിന്നെ ചിരിച്ചുകൊണ്ട് തിരിഞ്ഞു. അവൻ ഞെട്ടി. ബുള്ളറ്റ് പാർക്ക് ചെയ്തവിടെ ഒരു രൂപമല്ല, അത് ഭദ്രയാണ്. ഭദ്ര സംശയത്തോടെ അവനടുത്തേക്ക് മെല്ലെ നടക്കുന്നുണ്ട്. ശാകേഷിൻ്റെയും വേണുവിൻ്റെയും ശബ്ദം കേട്ടവൻ തിരിഞ്ഞു. പിന്നെ മുന്നോട്ട് തിരിഞ്ഞ് ഭദ്രയെ നോക്കി. ഞൊടിയിടയിൽ അവളെ പിടിച്ചു വലിച്ച് ഓടി. ബുള്ളറ്റിനും പോസ്റ്റിനും ഇടയിലായി നിന്നു. ഭദ്ര ഞെട്ടിപ്പോയിരുന്നു. ആനന്ദൻ അവിടെ നിന്ന് ഇടയ്ക്കിടെ തിരിഞ്ഞു നോക്കി. ഭദ്ര വേഗം അവൻ്റെ കൈ വെടിച്ച് മുന്നോട്ട് നടക്കാനാഞ്ഞതും ആനന്ദൻ അവളുടെ ഇടുപ്പിലൂടെ കൈയിട്ട് അവനിലേക്ക് ചേർത്ത് നിർത്തി. ഭദ്ര ആകെ തരിച്ചു നിന്നു. അവളുടെ ശരീരത്തിലൂടെ മിന്നൽ പാഞ്ഞ പോലെ തോന്നി. ഭദ്ര അവനെ ദേഷ്യത്തോടെ നോക്കി. ആനന്ദൻ വേഗം കൈവിട്ടു. ഇപ്പോൾ പോവണ്ട, പോയാൽ ശരിയാവില്ല. അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി. വീടുകളിൽ നിന്നും അടിക്കുന്ന വെളിച്ചം ചെറിയ ചീളുകളായി അവരുടെ മുഖത്തേക്ക് അടിച്ചു. ഭദ്ര അവനെ സംശയത്തോടെ നോക്കി. എന്താ പോയാൽ എന്താ അവിടെ? ഒച്ച വെക്കല്ലേ. ആനന്ദൻ അവളുടെ ചുണ്ടിന് മുകളിൽ കൈവച്ച് തിരിഞ്ഞു നോക്കി. വേണു ശാകേഷും രാജശേഖരനെ കുലുക്കി വിളിക്കുന്നുണ്ട്. ആനന്ദൻ അത് കണ്ട് തിരിഞ്ഞു. ഭദ്ര അവൻ്റെ കൈയിലേക്കും അവനെയും മാറി മാറി നോക്കി. അവൻ വേഗം കൈ പിൻവലിച്ചു. അയാളെ ആരോ തല്ലി. ആര്? SIയെ. ആര്? ആ, എനിക്കെങ്ങനെ അറിയാം? ആനന്ദൻ വേറെ എങ്ങോട്ടോ ദൃഷ്ടി പായിച്ചു. ഭദ്ര അവൻ്റെ മുഖത്തേക്ക് ഉറ്റുനോക്കി. എന്തോ പറയാൻ വേണ്ടി ആനന്ദൻ മുഖം തിരിച്ചതും ഭദ്രയുടെ നോട്ടം കൊണ്ട് അവൻ അവളുടെ കണ്ണിലേക്ക് നോക്കി. ഭദ്ര പെട്ടെന്ന് നോട്ടം മാറ്റി. ആനന്ദൻ അവളെ ഇത്ര അടുത്ത് ആദ്യമായാണ് കാണുന്നത്. അവളുടെ നിശ്വാസം പോലും നെഞ്ചിലേക്ക് അടിക്കുന്നു. അവൻ്റെ കണ്ണുകൾ അവളുടെ മുഖത്ത് ഓടി നടന്നു. അവളുടെ ഉണ്ടക്കണ്ണുകൾ എന്തോ കള്ളത്തരം ചെയ്ത് അത് മറയ്ക്കാൻ എന്നോണം ചുറ്റും വായിക്കുന്നുണ്ട്. പുരികക്കൊടികൾക്കിടയിലെ ചന്ദനവും ഭസ്മവും, നീണ്ടു നിൽക്കുന്ന മൂക്കിൻ തുമ്പും, അതിൽ വെട്ടിത്തിളങ്ങുന്ന വെള്ളക്കൽ മൂക്കുത്തിയും. അവസാനം അവൻ്റെ കണ്ണുകൾ ചെന്നി നിന്നത് റോസാദളങ്ങൾ പോലെയുള്ള ചുണ്ടുകളിലാണ്. അനന്തൻ നോട്ടം മാറ്റാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അത് പാഴായി. ചുവന്ന ആദരങ്ങൾ കണ്ട് അനന്തൻ കണ്ണിമയ്ക്കാതെ നോക്കി. അവനൊന്ന് ഉമിനീരിറക്കി. അവളിൽ നിന്ന് വമിക്കുന്ന ലാങ്കിപ്പൂവിൻ്റെ ഗന്ധവും അമ്പലത്തിലെ വാസനയും അനന്തൻ്റെ ചിന്തകളെ മത്തുപിടിപ്പിക്കാൻ തുടങ്ങി. ഭദ്രയ്ക്കാണെങ്കിൽ അനന്തനെ ഇത്രയും അടുത്ത് നിൽക്കുന്നത് കൊണ്ട് കൈയും കാലും വിറയ്ക്കുന്നുണ്ട്. അനന്തൻ്റെ മുഖത്തു നിന്നും കണ്ണെടുക്കാൻ കഴിയുന്നില്ല. ആ കണ്ണുകളിൽ നിരനിരയായുള്ള പല്ല് കാണിച്ചുള്ള ചിരിയിലും അവൾ ഒതുങ്ങിപ്പോകുന്നത് പോലെ തോന്നുന്നു. അവനിൽ നിന്ന് വരുന്ന വിയർപ്പിൻ്റെ ഗന്ധവും. ഭദ്ര അനന്തൻ അറിയാതെ ശ്വാസം ഉള്ളിലേക്ക് വലിച്ചു. അവൾ നേരെ നോക്കി. അവൻ്റെ നെഞ്ചാണ് അവളുടെ മുഖത്തിന് നേരെ. അത്ര ഉയരമേ ഉള്ളൂ ഭദ്രയ്ക്ക്. അവൾ അനന്തനെ നോക്കണമെങ്കിൽ മുഖമുയർത്തണം. ഭദ്ര നേരെ നോക്കി. രോമങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന അവൻ്റെ നെഞ്ചിൽ പറ്റിച്ചേർന്ന് കിടക്കുന്ന സ്വർണ്ണമണിമാല ചെറിയ വെളിച്ചം തട്ടുമ്പോൾ തിളങ്ങുന്നുണ്ട്. ഭദ്ര നെഞ്ചിൽ നിന്നും നോട്ടം മാറ്റി. നീ വേഗം പൊക്കോ. ഭദ്ര മുഖമുയർത്തി അവനെ നോക്കി. അവൻ്റെ മുഖത്ത് യാതൊരു ഭാവവുമില്ല. പക്ഷേ കണ്ണുകളിൽ അത് ഭദ്രയുടെ മുഖത്ത് മാത്രം വലയം ചെയ്യുന്നു. പോയാൽ പ്രശ്നമാവോ? ഭദ്ര ചോദിച്ചു. പോയില്ലെങ്കിൽ പ്രശ്നമാവും. അവൻ്റെ കണ്ണുകളിലെ ഭാവം. അയ്യോ, എന്നാൽ ഞാൻ പോവാം. ഭദ്ര നെഞ്ചിൽ കൈവച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് വേഗം നടന്നു. അവൾ പോയതും അനന്തൻ തലയിൽ കൈവച്ച് പോസ്റ്റിലൂടെ ഊർന്ന് നിലത്തേക്കിരുന്നു. പോയില്ലെങ്കിൽ നിനക്ക് തന്നെയാ ഭദ്രേ പ്രശ്നം.
ഒരു നിമിഷം കൂടി നിന്നാൽ അനന്തൻ പിന്നെ ഒരിക്കലും നിന്നെ വിട്ടെന്ന് വരില്ല. അവൻ എഴുന്നേറ്റ് ചിരിച്ചുകൊണ്ട് അവൾ പോയ വഴിയെ നോക്കി മീശ പിരിച്ചു. ശേഷം ബുള്ളറ്റ് എടുത്ത് മേലെടുത്തേക്ക്. ഭദ്ര ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ ഹാളിൽ തന്നെ എല്ലാവരും ഉണ്ടായിരുന്നു. സോഫയിൽ രാജശേഖരൻ ബോധമില്ലാതെ കിടക്കുന്നു. ബാക്കി എല്ലാവരും ചുറ്റുമുണ്ട്. എന്തുപറ്റി? ഭദ്ര ഒന്നും അറിയാത്ത പോലെ ചോദിച്ചു. അറിയില്ല. ഇവരെ പോയി നോക്കുമ്പോൾ പടിയുടെ അവിടെ ബോധമില്ലാതെ കിടക്കുകയായിരുന്നു. ഭദ്ര എല്ലാവരെയും നോക്കി. രാജശേഖരന് ഇതുവരെ ബോധം വീണിട്ടില്ല. ഭദ്രയുടെ ചുണ്ടിൽ ഒരു ചിരി വിരിഞ്ഞു. വേണു അവളെ നോക്കിയപ്പോൾ ചിരി വേഗം മാഞ്ഞു. ബോധം ഇനിയും വന്നില്ലച്ച, ഹോസ്പിറ്റലിൽ കൊണ്ടുപോ. എന്തായി എന്നറിയില്ലല്ലോ. ഭദ്ര എല്ലാവരോടും കൂടി പറഞ്ഞിട്ട് മുറിയിലേക്ക് നടന്നു. ശാകേഷ് അവളെ സംശയത്തോടെ നോക്കി. മുറിയിലെത്തിയ ഭദ്രയ്ക്ക് ചിരി നിർത്താനായില്ല. അനന്തനാണ് ഇത് ചെയ്തതെന്ന് അവൾക്ക് ഉറപ്പായിരുന്നു. ഡ്രസ്സ് മാറുന്നതിനിടയ്ക്ക് കാർ സ്റ്റാർട്ടാക്കുന്ന ശബ്ദം കേട്ടവൾ ചിരിച്ചു. അവളുടെ കണ്ണിൽ ഒരു പ്രത്യേക തിളക്കമുണ്ടായിരുന്നു. ചുണ്ടിൽ മധുരമായ മന്ദഹാസവും. വീട്ടിലെത്തിയപ്പോഴാണ് അനന്തന് പാറുവിൻ്റെ കാര്യം ഓർമ്മ വന്നത്. അവൻ വേഗം ശങ്കരനെ വിളിച്ചു. ഹലോ മാമി, ഞങ്ങൾ ആശുപത്രിയിലെ മോനെ. നീ വരുന്നവരെ കാത്തില്ല, വേഗം പോന്നു. നീ വരേണ്ട ആവശ്യമൊന്നുമില്ല. ശങ്കരൻ മാമിയുടെ സ്വരത്തിലെ പരിഭവം അവൻ ശ്രദ്ധിച്ചു. അവനൊന്ന് മൂളി ഫോൺ കട്ടാക്കി. വേഗം കുളിച്ച് ഡ്രസ് മാറി വണ്ടിയെടുത്ത് നേരെ ഹോസ്പിറ്റലിലേക്ക്. അനന്തൻ ഹോസ്പിറ്റലിലെത്തി. നഴ്സിനോട് അന്വേഷിച്ചപ്പോൾ ഐസിയുലാണെന്ന് പറഞ്ഞു. അവൻ ഐസിയുവിന് നേരെ നടന്നു. ഐസിയുവിന് പുറത്ത് നിൽക്കുന്ന ശങ്കരൻ അനന്തനെ കണ്ടതും ഞെട്ടി. അയാൾ ചെയറിൽ കരഞ്ഞിരിക്കുന്ന ജാനുവമ്മയെ നോക്കി. കരച്ചിലിനിടയ്ക്ക് തോളിക്കിടക്കുന്ന തോളത്തിൽ മുഖം തുടയ്ക്കുമ്പോൾ ജാനുവമ്മ കണ്ടു നടന്നെടുക്കുന്ന അനന്തനെ. അവർ അവനടുത്തേക്ക് ഓടി വന്ന് അവൻ്റെ കാലിൽ വീണു. അനന്തൻ ഞെട്ടി. എൻ്റെ കുഞ്ഞിനെ രക്ഷിക്കണം മോനെ. അനന്തൻ വേഗം അവരെ പിടിച്ച് എഴുന്നേൽപ്പിച്ചു. എന്താ ജാനുവമ്മേ, എന്താ കാര്യം? അനന്തൻ പാവപ്പോട് ചോദിച്ചു. എൻ്റെ മോള് പറഞ്ഞതാ മോൻ്റെ കാര്യം. ഞാൻ മോനിഷ്ടമല്ലാത്തതുകൊണ്ട് സമ്മതിച്ചില്ല. പക്ഷെ അതിന് എൻ്റെ കുഞ്ഞ്. ജാനുവമ്മ കരച്ചിലോടെ പറഞ്ഞ് അനന്തനെ നോക്കി. ആരുമില്ല ഞങ്ങൾക്ക്. എൻ്റെ കുട്ടിക്കൂടെ എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ ഇത്ര നാൾ വെച്ച് വിളമ്പി തന്നതിൻ്റെ കൂലിയായിട്ട് ചോദിക്കല്ല. സ്വന്തം മകളെപ്പോലെയാ നിൻ്റെ അമ്മയെ ഞാൻ കണ്ടിട്ടുള്ളൂ. ഒരു മുത്തശ്ശിയുടെ സ്ഥാനത്ത് നിന്ന് അപേക്ഷിക്കുക ഞാൻ. എൻ്റെ പാറുവിനെ സ്വീകരിക്കണം മോനെ. അനന്തൻ കേൾക്കാൻ പാടില്ലാത്തത് എന്തോ കേട്ട പോലെ ഞെട്ടിക്കൊണ്ട് ജാനുവമ്മയെ വിട്ട് പുറകോട്ട് നീങ്ങി. ജാനുവമ്മ എന്താ പറയണേ? ഞാനവളെ എങ്ങനെ കണ്ടിരിക്കണമെന്ന് അറിയോ? എനിക്കറിയാം മോനെ. പക്ഷേ എൻ്റെ കുഞ്ഞ്, എൻ്റെ കുട്ടിക്ക് വേണ്ടി ഞാൻ വേണേൽ മോൻ്റെ കാല് പിടിക്കാം. ജാനുവമ്മ കാല് തൊടാൻ കുനിഞ്ഞു. ഏയ്, അനന്തൻ അവരെ പിടിച്ച് എഴുന്നേൽപ്പിച്ചു. എന്താ ജാനുവെടുത്തി നിങ്ങളീ കാണിക്കുന്നേ? ജാനുവമ്മ നിന്ന് കരഞ്ഞതല്ലാതെ ഒന്നും മിണ്ടിയില്ല. അനന്തന് ആ കരച്ചിൽ അസഹനീയമായി തോന്നി. അവൻ അവിടെയുള്ള ചെയറിലിരുന്നു. കൺമുന്നിൽ തെളിഞ്ഞത് ഭദ്രയുടെ കണ്ണുകളാണ്. പക്ഷെ ജാനുവമ്മ ഇത്രനാളും വെച്ച് വിളമ്പിയത് പറയാതെ പറയുന്നു. നിങ്ങൾ എന്താ പറയുന്നതെന്ന് അറിയോ നിങ്ങൾക്ക്? ശങ്കരൻ ദേഷ്യം സഹിക്കാൻ കഴിഞ്ഞില്ല. അവൻ സ്വന്തം പെങ്ങളെപ്പോലെയാ അവളെ കണ്ടിരിക്കണേ. അവളങ്ങനെ ചെയ്തെങ്കിൽ അവളെ പറഞ്ഞ് മനസ്സിലാക്കുന്നതിന് പകരം നിങ്ങളെന്താ ചെയ്യുന്നേ? അതിൻ്റെ ആകെ ഉണ്ടായിരുന്ന അമ്മ കൊച്ചിലെ മരിച്ചു. അപ്പോൾ പാതിചത്ത ചെക്കന അത്. ഇനിയെങ്കിലും അവൻ സ്വന്തം ഇഷ്ടത്തിനും സന്തോഷത്തിനും ജീവിക്കട്ടെ. നിങ്ങൾക്കൊക്കെ ഒരു കുറവുമില്ലാതെ നോക്കിയതിനും മേലെടുത്ത് ഏതു നേരത്തും കയറി വരാനുള്ള സ്വാതന്ത്ര്യം തന്നതാ തെറ്റായത്. ശങ്കരൻ ദേഷ്യത്തോടെ പറഞ്ഞു നിർത്തി. അനന്തനൊന്നും മിണ്ടാതെ പ്രതികരിക്കാതെ ഇരുന്നു. ജാനുവമ്മ കരഞ്ഞുകൊണ്ട് അനന്തനെ നോക്കി. ഒക്കെ എനിക്കറിയാം ശങ്കര. പക്ഷെ എൻ്റെ കുഞ്ഞ് അവളെ ജീവനേക്കാളേറെ അനന്തനെ സ്നേഹിക്കുന്നുണ്ട്. അതല്ലേ എൻ്റെ കുഞ്ഞ്. എനിക്ക് സമ്മത. അവളെ ഞാൻ കെട്ടിക്കോളാം. അനന്ത ഇരുന്നിടത്ത് നിന്ന് എഴുന്നേറ്റു. ശങ്കരൻ ഞെട്ടിക്കൊണ്ട് അനന്തനെ നോക്കി. ജാനുവമ്മ കണ്ണീരോടെ കൈകൂപ്പി. മോനെ, നിന്റെ മനസ്സിലെന്താണെന്ന് എനിക്കറിയാം. എന്തിനാ സ്വന്തം ഇഷ്ടങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി? ബാക്കി പറയുന്നതിന് മുമ്പ് അനന്തൻ കൈ ഉയർത്തി തടഞ്ഞു. വെച്ച് വിളമ്പിയവർ സ്വന്തം താല്പര്യം മാത്രമേ നോക്കിയുള്ളൂ. അത് സ്നേഹമുണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഈ അവസ്ഥ വരില്ലായിരുന്നു. മോനെ. ജാനുവമ്മ അവനെ തൊടാനാഞ്ഞതും അവൻ അകന്നു മാറി. വേണ്ട, എനിക്ക് പാർവതിയെ ഒന്ന് കാണണം. അതും പറഞ്ഞ് ഐസിയുനുള്ളിലേക്ക് കയറി. കണ്ണു തുറന്ന് കിടക്കുകയായിരുന്നു പാറു. മുറിവ് ഡ്രസ് ചെയ്തിട്ടുണ്ട്. ബ്ലഡ് കയറ്റുന്നുണ്ട്. അവളുടെ ചെന്നിയിലൂടെ കണ്ണീർ ഒഴുകുന്നുണ്ടായിരുന്നു. അടുത്തും മിഥിലയും നിൽപ്പുണ്ട്. അനന്തനെ കണ്ടതും പാറുവിൻ്റെ കണ്ണുകൾ താഴ്ന്നു. അനന്തൻ പാറുവിൻ്റെ മുഖത്തേക്ക് നോക്കി ഒന്ന് പുച്ഛിച്ചു. എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട്. അനന്തൻ പറഞ്ഞു കേട്ട് മിഥില പുറത്തേക്ക് ഇറങ്ങാൻ നിന്നു. മിഥി പോവണ്ട. മിഥില അനന്തനെ സംശയത്തോടെ നോക്കി. ഞാൻ നിന്നോട് പറയുന്ന കാര്യങ്ങൾ കേൾക്കാൻ ഒരാൾ കൂടെ വേണം. അതിനാ മിഥി. അനന്തൻ ഒന്ന് നെടുവീർപ്പിട്ട് തുടർന്നു. ഞാൻ നിന്നെ വിവാഹം കഴിക്കാം. അനന്തൻ പറഞ്ഞു കേട്ട് രണ്ടാളും ഞെട്ടി. പാറുവിൻ്റെ കണ്ണുകൾ സന്തോഷം കൊണ്ട് നിറഞ്ഞു. മിഥില പാപ്പോടെ അവനെ നോക്കി. പക്ഷെ ആ താലി കെട്ടുന്നതൊഴിച്ച് മാനസികമായോ ശാരീരികമായോ ഒരടുപ്പോ അവകാശം നിന്നോട് എനിക്കുണ്ടാകില്ല. ഇനി ഉണ്ടാകാനും പോകുന്നില്ല, അനന്തൻ പറഞ്ഞു. പാറു ഒന്നും മനസ്സിലാകാതെ അവനെ നോക്കി. അനന്തേട്ടാ,
പാറു വിളിച്ചതും അനന്തൻ തല വിലങ്ങിനെയാട്ടി. വേണ്ട പാർവതി, നിന്റെ കരച്ചിലൊന്നും പോരാ എൻ്റെ നെഞ്ചിൽ തീയണയ്ക്കാൻ. ഈ നിമിഷം മുതൽ വെറുപ്പാണ് നിന്നോട്. ഒരനുജത്തിയുടെ സ്നേഹം കാണിച്ചപ്പോൾ നീ അത് തെറ്റിദ്ധരിച്ചു. പറഞ്ഞ് മനസ്സിലാക്കിയിട്ടും നീ കൂട്ടാക്കിയില്ല. നിന്റെ അറിവില്ലായ്മ കൊണ്ട് വിലക്ക് വാങ്ങിയത് എൻ്റെ ജീവിത. നീയൊന്ന് ഓർത്തോ, എൻ്റെ നെഞ്ചിലെ തീ കൊണ്ട നീ ആ താലി അണിയുന്നേ. അത് നിന്നെ ചുട്ടുപൊള്ളിക്കും. അനന്തൻ അതും പറഞ്ഞ് തിരിഞ്ഞു നടന്നു. ഡോർ ഊക്കോടെ വലിച്ചടച്ച് അവൻ പുറത്തേക്കിറങ്ങി. പാർവതി കരഞ്ഞുകൊണ്ട് മിതിയെ നോക്കി. മിതി അവളെ നോക്കി വെറുപ്പോടെ മുഖം തിരിച്ച് പുറത്തേക്ക് നടന്നു. രാജശേഖരനെ ആശുപത്രിയിലാക്കിയ ശേഷം ഏറെ വൈകിയാണ് വേണുവും ശാകേഷും മംഗലത്തെത്തിയത്. പിറ്റേന്ന് പ്രാതൽ കഴിക്കാൻ എല്ലാവരും ഇരിക്കുമ്പോൾ വേണു സംസാരത്തിന് തുടക്കമിട്ടു. കല്യാണം എത്രയും വേഗം നടത്തണമെന്ന രാജശേഖരൻ പറയുന്നേ. വേണു പറയുന്നത് കേട്ട് എല്ലാവരും കഴുപ്പി നിർത്തി അയാളെ നോക്കി. ഭദ്ര വായിൽ വെച്ച ദോശ ഇറക്കാൻ കഴിയാതെ ഇരുന്നു. എന്താ ഇത്ര പെട്ടെന്ന്? രാഘവൻ ചോദിച്ചു. അത് അയാൾക്ക് അപകടം നടന്നില്ലേ, നോക്കാൻ ആരുമില്ലെന്ന്. ഡിസ്ചാർജ് ആയാൽ ഉടനെ കല്യാണം വേണമെന്ന അയാൾ പറയുന്നേ. രാഘവൻ മൂളിക്കൊണ്ട് ഭക്ഷണം മതിയാക്കി എഴുന്നേറ്റു. പുറയ്ക്ക് ഭദ്രയും. അവൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. കൂടി വന്നാൽ ഒരാഴ്ച, അതിനുള്ളിൽ അയാൾ ഡിസ്ചാർജ് ആവും. ഭദ്രയ്ക്ക് തല പെരിക്കുന്ന പോലെ തോന്നി. അവൾ ബെഡിൽ മുഖമമർത്തി കിടന്നു. അപ്പോഴാണ് നളിനി അവളെ വിളിച്ചത്. ഭദ്ര പിറുപിറുത്തുകൊണ്ട് എഴുന്നേറ്റു. താഴേക്ക് ചെന്നു. ഒന്നുമില്ല മോളെ, അമ്മായിയുടെ തുണിയൊന്ന് പിഴിഞ്ഞു വിരിക്കോ, തൊടി വരെ നടക്കാൻ വയ്യ. നളിനി കാലൊഴിഞ്ഞു. ഭദ്ര അവരെ നോക്കിക്കൊണ്ട് ധാവണി തുമ്പ് എടുപ്പി തിരികെ ബക്കറ്റ് എടുത്ത് തൊടിയിലേക്ക് നടന്നു. ഓരോ തുണിയും എടുത്ത് പിഴിഞ്ഞ് അവൾ അയയിൽ വിരിച്ചു. വേലിക്കരുതി നിർത്താതെയുള്ള സൈക്കിൾ ബെൽ കേട്ടവൾ തലചരിച്ചു നോക്കി. വേലായുധനാണ്. അറിഞ്ഞ ഒരു കാല് വേലിയുടെ തെറ്റിൽ വെച്ച് സൈക്കിളിൽ ഇരുന്നു കൊണ്ട് അവൻ ചോദിച്ചു. എന്ത്? പറയുന്നതിനൊപ്പം അവളുടെ നെറ്റി ചുളിഞ്ഞു. അനന്തൻ്റെ കല്യാണം ഉറപ്പിച്ചു. തെക്കേലെ ജാനുവമ്മയുടെ പേരക്കുട്ടി പാർവതിയായിട്ട്. വേലായുധം പറയുന്ന കേട്ട് ഭദ്ര തരിച്ചു നിന്നു. അവളുടെ കയ്യിലിരുന്ന നനഞ്ഞ തുണി ബക്കറ്റിലേക്ക് വീണു. അതിനിപ്പോൾ എന്താ? അവൻ്റെ കയ്യിലിരിപ്പ് അത്ര ശരിയല്ല. മുറ്റത്ത് നിന്ന് അവളുടെ സംസാരം ശ്രദ്ധിച്ച വേണു പറഞ്ഞു. അനന്തൻ്റെ കയ്യിലിരിപ്പ് കൊണ്ടല്ല, അനന്തൻ പറ്റില്ലെന്ന് കുറേ പറഞ്ഞതാ. ഇന്നലെ രാത്രി ആ പെണ്ണ് കൈ മുറിച്ചു. പിന്നെ ജാനുവമ്മ പറഞ്ഞാൽ കേൾക്കാതിരിക്കാൻ പറ്റുമോ? കുറേ നോക്കിയതല്ലേ. വേലായുധം വേണുവിനോട് പറഞ്ഞിട്ട് ഭദ്രയൊന്ന് നോക്കി. പിന്നെ സാവധാനം സൈക്കിൾ ചവിട്ടി. ഭദ്ര ഒന്നും മിണ്ടാതെ അങ്ങനെ തന്നെ നിന്നു. ഇന്നലെ അനന്തൻ നോക്കിയ നോട്ടമാണ് അവൾക്ക് ഓർമ്മ വന്നത്. ശങ്കിനകത്ത് വല്ലാത്ത ഭാരം. കഴുത്തിലാരും അമർത്തി പിടിച്ച പോലെ വാക്കുകളൊന്നും പുറത്തേക്ക് വരുന്നില്ല. അനന്തൻ്റെ വിവാഹം തന്നെ ബാധിക്കാൻ താനാരാ? അനന്തൻ്റെ. ഭദ്ര സ്വയം ചോദിച്ചു. ആരുമല്ല, വെറും പരിചയക്കാർ. അവൾ വേഗം തുണി പിഴിഞ്ഞ് തിരിച്ചുള്ളിലേക്ക് നടന്നു. അവളുടെ പോക്ക് കണ്ട് വേണു ഗൂഢമായി ചിരിച്ചു. വൈകിട്ട് മില്ലിൽ നിന്ന് വരുമ്പോൾ മംഗലത്തേക്ക് നോക്കണമെന്ന് കരുതിയിട്ടും അതനുസരിക്കാതെ മംഗലത്തെ ഓരോ മൂലയിലും അനന്തൻ്റെ കണ്ണുകൾ ഓടി നടന്നു. അടച്ചിട്ട ജനൽ കണ്ട് അവൻ്റെ കണ്ണുകൾ നിരാശയോടെ താഴ്ന്നു. ശങ്കരൻ ഇതൊക്കെ കണ്ടെങ്കിലും ഒന്നും പറയാൻ പോയില്ല. കാറ് മേലെടുത്തെത്തി ഗേറ്റ് കടന്ന് ഉള്ളിലേക്ക് കയറി. അനന്തൻ വേഗം ഇറങ്ങി. മനസ്സൊരിക്കലും സ്വസ്ഥമല്ല. അവൻ ഡൈനിങ് ടേബിളിൽ ഇരുന്ന വെള്ള ജഗ് എടുത്ത് വായിലേക്ക് കമിഴ്ത്തി. കല്യാണത്തിന് സമ്മതിച്ച് പിന്നെ ശങ്കരമാമ മിണ്ടുന്നില്ല. മാമയ്ക്കറിയാം തൻ്റെ മനസ്സിൽ എന്താണെന്ന്. ആളൊന്നും ചോദിക്കുന്നില്ലെന്നേ ഉള്ളൂ, എല്ലാം കാണുന്നുണ്ട്. അനന്തൻ ശങ്കരനെ കാണാതെ പുറത്തേക്ക് ഇറങ്ങി. അപ്പോഴാണ് ഗേറ്റിന് പുറത്ത് ശങ്കരനോട് സംസാരിച്ച് നിൽക്കുന്ന രാഘവനെ കണ്ടത്. രണ്ടുപേരും കാര്യമായ ചർച്ചയിലാണെന്ന് മുഖത്തെ ഗൗരവത്തിൽ നിന്ന് വ്യക്തം. അനന്തൻ്റെ നെറ്റി ചുളിഞ്ഞു. അവൻ അവരെ തന്നെ നോക്കി നിന്നു. കുറച്ച് സമയത്തിന് ശേഷം എന്തോ പറഞ്ഞ് ശങ്കരൻ രാഘവൻ്റെ തോളിൽ തട്ടി. അയാൾ തലയാട്ടി നടന്നു. ശങ്കരൻ എന്തോ ചിന്തിച്ച് ഉള്ളിലേക്ക് വരുമ്പോഴായിരുന്നു സംശയത്തോടെ നിൽക്കുന്ന അനന്തനെ കണ്ടത്. എന്താ അനന്ത? ശങ്കരൻ അവൻ്റെ മുഖം കണ്ട് ചോദിച്ചു. അല്ല, അങ്ങേരെന്താ ഇവിടെ? അനന്തൻ നടന്നു പോകുന്ന രാഘവനെ കണ്ണുകൊണ്ട് കാണിച്ച് ചോദിച്ചു. ഓ, രാഘവനോ? അവൻ ഭദ്രയുടെ കല്യാണം ക്ഷണിക്കാൻ വന്നതാ. 2 ദിവസത്തിനുള്ളിൽ കല്യാണം ഉണ്ടാവും അത്രേ. പാവം കുട്ടി, അതിൻ്റെ ഒരു ഗതികേട്. ശങ്കരൻ നെടുവീർപ്പിട്ട് ഉള്ളിലേക്ക് നടന്നു. അനന്തൻ ആകെ ഞെട്ടി നിൽപ്പാണ്. കല്യാണം ഉടനെ ഉണ്ടാവാതിരിക്കാൻ അയാൾക്ക് പണി കൊടുത്തത്. എന്നിട്ടിപ്പോൾ എന്താ ഉടനെ? എല്ലാം കൂടെ ആരോ കാര്യമായി പണിയുന്ന പോലെ തൂണിൽ ചാരി നിന്നുകൊണ്ട് അവൻ ചിന്തയോടെ താടി തഴുകി.